സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി ഭാഗമറ്റും എഴുതിയ നോവൽ പ്രബലൻ തുടരുന്നു. ഭാഗം 6. പിള്ളേര് സമ്മതിക്കുന്നില്ല. നമ്മൾ അവർക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നേ. വെമ്പ്രനോത്തിക്കും വെറുപ്പായി. കുറേ നാളായിട്ട് നിർബന്ധിക്കുക ഒരു ധ്യാനത്തിന് പോകാൻ. ഞാൻ നാളെ പോകുക ധ്യാനം കൂടാൻ. യോഹന്നാൻ ഒടുവിൽ പറഞ്ഞതൊഴികെ ബാക്കിയെല്ലാം സത്യമായിരുന്നു. വാറ്റുചാരായത്തിൻ്റെ ബിസിനസ് നിർത്താൻ ഭാര്യയും മൂത്ത കുട്ടിയും കുറേ നാളായി നിർബന്ധിക്കുകയാണ്. നീ തമ്പി മുതലാളിയോട് പറഞ്ഞ് കുമ്പസാരിച്ചിട്ട് മാനസാന്തരപ്പെട്ടാൽ മതി. ഇല്ല, പള്ളിയിലച്ഛനോടേ ഞാൻ കുമ്പസാരിക്കുന്നുള്ളൂ. യോഹന്നാൻ തിരികെ നടന്നു. എടാ പാമ്പേ, പൈലി ഉറക്ക വിളിച്ചു. വേണ്ട, വിളിക്കണ്ട, യോഹന്നാൻ്റെ സ്വഭാവം അറിയാവുന്ന ധർമ്മരാജൻ പറഞ്ഞു. മഴച്ചാറ്റിലുണ്ട്, മഞ്ഞു പൊടിയുന്ന പോലെ. തമ്പി മുതലാളിയുടെ ബെൻസുകാർ പുറത്തേക്ക് പോകാൻ വരുന്നത് കണ്ട് ഗേറ്റ് കീപ്പർ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നു. കാർ നിരത്തിലേക്കിറങ്ങി. വളവ് തിരിഞ്ഞതേയുള്ളൂ. ക്രച്ചസ് ഊന്നിക്കൊണ്ട് ഒറ്റക്കാലുള്ള മനുഷ്യൻ റോഡരികിൽ നിന്ന് തിടുക്കത്തിൽ റോഡിൻ്റെ ഒത്ത നടുവിലേക്ക് കയറുന്നത് മഹാദേവൻ തമ്പിയും ഡ്രൈവറും കണ്ടു. ഇതുവരെ അയാൾ റോഡരികിൽ കാത്തു നിൽക്കുകയായിരുന്നു. ഹോണടിച്ചിട്ടും റോഡിൻ്റെ നടുവിൽ നിന്ന് അയാൾ മാറുന്നില്ല. ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ടു. ക്രച്ചസ് ഇരുവശത്തേക്കും വിരിച്ച് നിലത്തൂന്നി പ്രഭാകരൻ നിന്ന് കിതച്ചു. വഴിയിന്ന് മാറി നിൽക്കടോ, ഡ്രൈവർ തല പുറത്തേക്കിട്ട് ആക്രോശിച്ചു. തമ്പി മുതലാളിയെ കാണണം, കണ്ടിട്ടേ പോകുന്നുള്ളൂ, പ്രഭാകരൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു. ഡ്രൈവർ തിരിഞ്ഞ് തമ്പി മുതലാളിയെ നോക്കി. സൈഡ് എടുത്തു പോകാൻ റോഡിന് വീതി പോരാ. 2-3 വഴിപോക്കർ രംഗം കണ്ട് അവിടെ തന്നെ നിന്നു. ഡോർ തുറന്ന മഹാദേവൻ തമ്പി പുറത്തിറങ്ങി. നിനക്കെന്താ വേണ്ടത്? മഹാദേവൻ തമ്പി ശാന്തസ്വരത്തിൽ ചോദിച്ചു. എനിക്കെൻ്റെ മകളെ തിരിച്ചു കിട്ടണം. പ്രഭാകരൻ അചഞ്ചലനായി നിന്നു. നിന്റെ മകളെ നീ എൻ്റെ കയ്യിൽ വളർത്താൻ ഏൽപ്പിച്ചിട്ടുണ്ടോടാ? മുതലാളി അറിയാതെ എൻ്റെ മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ചീറുന്ന ഒച്ചയിലാണ് പറഞ്ഞതെങ്കിലും പ്രഭാകരൻ്റെ തൊണ്ട ഇടറിപ്പോയി. എൻ്റെ മോളെ തിരിച്ചുതാ മുതലാളി. ജീവനില്ലെങ്കിൽ അവളുടെ ശവമെങ്കിലും തിരിച്ചുതാ. അല്ലാതെ ഞാൻ ഇവിടുന്ന് മാറില്ല. എന്നെ കൊന്നാലും മാറില്ല. മഹാദേവൻ തമ്പി ഡ്രൈവറെ നോക്കി. അയാളെ പിടിച്ചു മാറ്റ്. ഡ്രൈവർ വെളിയിലിറങ്ങി. അടുക്കരുത്. ക്രച്ചസ് ഉയർത്തിക്കൊണ്ട് ഭ്രാന്തനെ പോലെ പ്രഭാകരൻ അലറി. അടുത്തു വരരുത്. പിടിച്ചു മാറ്റാൻ ചെന്ന ഡ്രൈവറുടെ നേർക്ക് അയാൾ ക്രച്ചസ് വീശി. കാറിൻ്റെ ബോണറ്റിൽ ക്രച്ചസ് കൊണ്ട് ആഞ്ഞടിച്ചു. അതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് അടിച്ചു പൊട്ടിച്ചു. ഒഴിവ് നോക്കി ചാടി വീണ ഡ്രൈവർ അയാളെ റോഡരികിലേക്ക് തള്ളിക്കൊണ്ടുപോയി നിലത്തേക്ക് മറിച്ചിട്ടു. മഹാദേവൻ തമ്പി കാറിൽ കയറി കഴിഞ്ഞിരുന്നു. ഡ്രൈവറും വന്ന് കാറിൽ കയറി. പ്രഭാകരൻ എഴുന്നേൽക്കുമ്പോഴേക്കും കാർ കടന്നു പോയി കഴിഞ്ഞു. പിൻസീറ്റിലിരുന്ന മഹാദേവൻ തമ്പിയുടെ മുഖം മാത്രം ഒരു നോക്ക് കണ്ടു. റോഡിൽ ഹെഡ്ലൈറ്റ് പൊട്ടിയ ചില്ലുകൾ ചിതറിക്കിടന്നു. ശ്വാസം മുട്ടൽ അല്പമൊന്ന് കുറഞ്ഞ ഇടവേളയിൽ മയങ്ങിപ്പോയിരുന്നു ഭാനുമതിയമ്മ. കട്ടിലിൽ ഒരു ഭാരം വന്നമർന്നതിൻ്റെ ഞെരുക്കം കേട്ട് അവർ ഉണർന്നു. കാൽക്കൽ തൻ്റെ ഭർത്താവ് ഇരിക്കുന്നത് നിഴൽ പോലെ അവർ കണ്ടു. മുതലാളിയെ കണ്ടോ? ഒരേങ്ങലോടെ അവർ ചോദിച്ചു. എൻ്റെ കൊച്ചിൻ്റെ എന്തേലും വിവരം? പ്രഭാകരൻ പതുക്കെ മുഖം തിരിച്ചു ഭാനുമതിയമ്മയെ നോക്കി. ഭാനുമതിയമ്മയ്ക്ക് ആ മുഖം കണ്ടു പേടി തോന്നി. ഇരുണ്ട മുഖം, മുഖം നിറയെ നരച്ച ശ്മശ്രുക്കൾ. ചിരിക്കുകയാണോ? ഒരു ഭ്രാന്തൻ്റെ മുഖം പോലെ. അവൾ രക്ഷപ്പെട്ടു ഭാനു. നേരിയ ചിരിയോടെ പ്രഭാകരൻ പറഞ്ഞു. നമ്മളിനി അന്വേഷിക്കണ്ട. അവൾ പോയി. അവളില്ല, ഈ ഭൂമിയിലില്ല, ജീവനോടെ. അവളുടെ ശവം പോലും ഇല്ല. പറഞ്ഞു പ്രഭാകരൻ കട്ടിൽ ക്രാസിയിലേക്ക് നെറ്റിയടിച്ച് പൊട്ടിക്കരഞ്ഞു. ഭാനുമതി അമ്മയ്ക്ക് ശ്വാസം വിലങ്ങി. സന്ധ്യ മയങ്ങുമ്പോഴേക്കും രോഗാവസ്ഥ മൂർച്ഛിച്ചു. ശ്വാസം മുട്ടി മരിക്കാൻ അനുവദിക്കുന്നത് മനുഷ്യത്വമാണെന്ന് നിശ്ചയിച്ച് പല്ല് കടിച്ച് പ്രഭാകരൻ അനങ്ങാതിരുന്നു. പിന്നെ ക്രച്ചസ് അടിച്ചുകൊണ്ട് വീട്ടിൽ അങ്ങോളം ഇങ്ങോളം നടന്നു. ഇടയ്ക്ക് വന്ന് നോക്കി. ഇല്ല, മരിച്ചിട്ടില്ല, ശ്വാസമുണ്ട്. നിസ്സഹായതയോടെ അയാൾ ഇറങ്ങി കനത്തു വരുന്ന ഇരുട്ടിലേക്ക് നടന്നു. ഒരു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് വന്നു. രാത്രി തന്നെ അയാൾ ഭാനുമതിയെ അടിമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ചു. ആരോ സന്ദർശനത്തിനെത്തിയിട്ടുണ്ടെന്ന് മാത്രമേ വാർഡൻ പറഞ്ഞുള്ളൂ. അതിനാൽ സംശയിച്ചും ശങ്കിച്ചും ഉത്കണ്ഠയോടും കൂടിയാണ് നരേന്ദ്രൻ സന്ദർശനത്തിനുള്ള സ്ഥലത്തെത്തിയത്. ക്രച്ചസ് ഊന്നി മരപ്പാവ കണക്കെ നിൽക്കുന്ന വൃദ്ധൻ. നരേന്ദ്രൻ ഞെട്ടിപ്പോയി. തൻ്റെ അച്ഛനാണോ അത്? നരേന്ദ്രൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. അച്ഛനും മകനും കണ്ണിൽ നോക്കി. പ്രഭാകരൻ്റെ മുഖത്തെ മരവിപ്പും കണ്ണിലെ നിർവികാരതയും നരേന്ദ്രനിൽ ഉൾക്കിടിലം ഉളവാക്കി. അച്ഛാ, നരേന്ദ്രൻ വേദനയോടെ വിളിച്ചു. അച്ഛൻ എന്തിനാ വന്നത് ഇത്രയും ദൂരം?
നിന്നെ ഒരു വാർത്ത അറിയിക്കാൻ, തണുത്ത സ്വരത്തിൽ പ്രഭാകരൻ പറഞ്ഞു. എന്താച്ചാ? വീണമോള് പോയി. എവിടെ പോയി? അവളില്ല. കാണാതായിട്ട് 9 ദിവസം കഴിഞ്ഞു. നരേന്ദ്രൻ നടുങ്ങിത്തെറിച്ചു നിന്നു. ഒരു തവണ കൂടി ഞാൻ ഇവിടെ വരും, നിന്റെ അമ്മയുടെ മരണവാർത്ത അറിയിക്കാൻ. എൻ്റെ മരണം അറിയിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. പ്രഭാകരൻ തിരിച്ചു നടന്നു. മനസ്സ് തകർന്ന 2 മനുഷ്യർ. മലകൾക്കും കാടിനുമിടയിൽ കുടുങ്ങിപ്പോയതുപോലെയുള്ള ജീവിതം. എന്തിനു ജീവിക്കുന്നു എന്ന് പോലും അറിയില്ലായിരുന്നു അവർക്ക്. മക്കൾ 2 പേരും നഷ്ടപ്പെട്ടു കഴിഞ്ഞുവെന്ന് ഉറപ്പായി. ഭാനുമതി അമ്മയാണെങ്കിൽ തീരെ സംസാരിക്കാതായി കഴിഞ്ഞിരുന്നു. ഇടയ്ക്കിടെ ആസ്മ അതിൻ്റെ മൂർധന്യത്തിലെത്തും. കൈവശമുള്ള മരുന്നുകൾ നിഷ്പ്രയോജനങ്ങളായി തീരുന്ന അവസ്ഥയിൽ പ്രഭാകരൻ ക്രച്ചസും എടുത്ത് ഇറങ്ങും. പൂപ്പാറയിൽ ചെന്ന് ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ടുവന്ന് ഭാനുമതി അമ്മയെ അതിൽ കയറ്റി പൂപ്പാറയിലെ ക്ലിനിക്കിൽ കൊണ്ടുപോകും. അവിടം കൊണ്ട് ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ അടിമാലിക്ക് കൊണ്ടുപോകും. ഇടയ്ക്ക് 2 തവണ മൂന്നാറിലെ ടാറ്റായുടെ വക ഹോസ്പിറ്റലിലും പോയി പരീക്ഷിക്കുകയുണ്ടായി. രോഗം മൂർച്ഛിച്ചാൽ കോട്ടയത്തേക്കോ എറണാകുളത്തേക്കോ രോഗിയെ വേഗം കൊണ്ടുപോകാനുള്ള സൗകര്യവും അടിമാലിയിലാണ് കൂടുതലുള്ളത്. പ്രഭാകരൻ്റെയും ഭാനുമതി അമ്മയുടെയും ജീവിതം മാസത്തിൻ്റെ 3/4 പങ്കും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അതിനിടയിൽ പ്രവീണയുടെ തിരോധാനം അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലും സർക്കിൾ ഓഫീസിലും കയറി ഇറങ്ങും. പോലീസ് ഊർജിതമായി അന്വേഷിക്കും. ഒരു തുമ്പും ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന സ്ഥിരം മറുപടി. യുവതിയെ കാണാനില്ല എന്ന് പത്രത്തിൽ ചെറിയൊരു ന്യൂസ് വന്നതൊഴിച്ചാൽ പ്രവീണയുടെ തിരോധാനം ഏതാണ്ട് തേഞ്ഞു മാഞ്ഞു പോയ മട്ടായി. പ്രഭാകരൻ സ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റിനെയും MLAയെയും കണ്ട് പരാതി നൽകിയുണ്ടായി. 2 തവണ പോലീസ് സൂപ്രണ്ടിൻ്റെ ഓഫീസിലും പോയി. അന്വേഷിക്കുന്നുണ്ട്, സത്വര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന മറുപടിയാണ് കിട്ടിയത്. DIGക്കും DGPക്കും ആഭ്യന്തരമന്ത്രിക്കും പ്രഭാകരൻ പരാതികൾ അയച്ചു. തന്നെക്കൊണ്ടാകാവുന്നതെല്ലാം അയാൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എല്ലാം വനരോധനം പോലെ നിഷ്ഫലമായി. തൻ്റെ മകൾക്ക് എന്തു സംഭവിച്ചുവെന്ന് ലോകം ഒരിക്കലും അറിയാൻ പോകുന്നില്ലെന്ന് പ്രഭാകരന് ബോധ്യമായി. അവളെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന നേരിയ പ്രതീക്ഷയും നശിച്ചു. തൻ്റെ മകളെ സംബന്ധിച്ച ഏത് അന്വേഷണവും മരവിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തി അവളുടെ അപ്രത്യക്ഷമാകലിന് പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പ്രഭാകരന് ഊഹിക്കാൻ കഴിഞ്ഞു. ഇന്നലെ ഒരിക്കൽ കൂടി അയാൾ ശാന്തപ്പാറ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കുകയുണ്ടായി. SI മാർക്കോസ് പറഞ്ഞു, അവൾ ആരുടെയെങ്കിലും കൂടെ നാട് വിട്ടു പോകാനേ വഴിയുള്ളൂ. മദ്രാസിലോ ബാംഗ്ലൂരിലോ ചെന്നിട്ടുണ്ടാവും. അവിടൊക്കെ ചെന്നാൽ എങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനാ? അങ്ങനെ പോയാൽ തന്നെ എന്തെങ്കിലും തെളിവ് കിട്ടേണ്ടതല്ലേ സാറേ? ഏതു വണ്ടിക്ക് പോയി, ആരുണ്ടായിരുന്നു കൂടെ, ആരെങ്കിലും അവളെ കാണേണ്ടതല്ലേ? പോലീസിന് അതേപ്പറ്റി ഒരു തെളിവും കിട്ടിയിട്ടില്ലല്ലോ. അതിനർത്ഥം അവൾ പോയിട്ടില്ലെന്നല്ല, പോയ രീതി അത് നിഗൂഢമാണെന്നാണ്. ഒരു കാറോ ജീപ്പോ അവളെ കൊണ്ടുപോകാൻ എത്തിയിരിക്കാം. പൂപ്പാറ അടിമാലി, പൂപ്പാറ മൂന്നാർ, പൂപ്പാറ നെടുങ്കണ്ട റൂട്ടുകളിൽ രാപ്പകലെന്നില്ലാതെ എത്രയോ കാറുകളും ജീപ്പുകളും ഓടുന്നുണ്ട്. അവയിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങളുടെ മകളുണ്ടെങ്കിൽ ആര് കാണാനാണ്? പ്രത്യേകിച്ച് കറുത്ത ഫിലിം ഒട്ടിച്ച കാറുകളാണെങ്കിൽ അകത്തിരിക്കുന്നവരെ കാണാനേ പറ്റില്ല. എൻ്റെ മോളങ്ങനെ ഒരിക്കലും ആരുടെയും കൂടെ പോവില്ല സാർ. അങ്ങനെ പോയാൽ അവളുടെ ഡ്രസ്സുകൾ കൊണ്ടുപോകണ്ടേ? വെളിയിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് പോലും അവൾ എടുത്തിട്ടില്ല. അതൊക്കെ വീട്ടുകാരെയും പോലീസിനെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതായിരിക്കും. അങ്ങനെ പറയല്ലേ സാറേ. വീണമോൾ അങ്ങനെ പോവില്ല. എനിക്കറിയില്ലേ എൻ്റെ മോളെ. പിന്നെ അവൾക്ക് എന്ത് സംഭവിച്ചെന്നാ തൻ്റെ നിഗമനം? അതെ, അവളെ ബലമായി പിടിച്ചുകൊണ്ട് പോയി അപായപ്പെടുത്തി. പ്രഭാകരൻ്റെ തൊണ്ടയിടറി. അതുകൊണ്ട് ആർക്കാ ഗുണം? എൻ്റെ മകനോടുള്ള പക തീർക്കാൻ. അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? നിഷ്കളങ്കമായ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി കൊല ചെയ്ത് പക തീർക്കുന്ന ദുഷ്ടന്മാരുണ്ടോടോ? മുൻവിധിയോടെയാണ് അയാൾ സംസാരിക്കുന്നതെന്ന് പ്രഭാകരനറിയാം. അങ്ങനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണെങ്കിൽ ഡെഡ് ബോഡി കിട്ടണ്ടേ? കിണറ്റിലും കുളത്തിലും ഡാമിലും കൊക്കയിലും കാട്ടിലും ഒരിടത്തും അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടില്ല. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഒരു ശവം മറവ് ചെയ്യുന്നത് അത്ര എളുപ്പവുമല്ല. പ്രഭാകരൻ ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി. രാത്രിയിൽ അയാൾ ഭാര്യയോട് പറഞ്ഞു, നമുക്കിവിടുന്ന് തിരിച്ചു പോകാം. ഇനി എന്തിനാ ഇവിടെ? നിനക്ക് അസുഖം കൂടിയാൽ പെട്ടെന്ന് ആശുപത്രിയിൽ പോകാൻ പോലുമുള്ള സൗകര്യമില്ല. ഇവിടുന്ന് എങ്ങോട്ട് പോകാൻ? നമ്മുടെ മോനെയും മോളെയും ഇവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ എന്തിനാ തിരിച്ചു പോകുന്നേ? നമ്മൾ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? ഭാനുമതി അമ്മയ്ക്ക് തൻ്റെ മക്കളില്ലാതെ മടങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. നാട്ടിൽ ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കും, നിന്റെ മോനെവിടെ ഭാനുമതി? നിനക്കൊരു മകളുണ്ടായിരുന്നല്ലോ, അവളെ എവിടെ കൊണ്ടുപോയി കളഞ്ഞു? ഞാൻ അവരോട് എന്തു സമാധാനം പറയും? ഭാനുമതി അമ്മ കരയാൻ തുടങ്ങി. ഇല്ല, ഞാൻ എങ്ങോട്ടും ഇല്ല.
എനിക്ക് ഇവിടെ കിടന്ന് മരിച്ചാൽ മതി. എൻ്റെ മക്കളെ നഷ്ടപ്പെട്ട ഈ നശിച്ച സ്ഥലത്ത് തന്നെ തീരട്ടെ എല്ലാം. പ്രഭാകരൻ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റു. ക്രച്ചസ് എടുത്ത മുറ്റത്തേക്ക് നടന്നു. എവിടെയാണ് തൻ്റെ മകൾ? ജീവിച്ചിരിപ്പുണ്ടോ അതോ കൊന്നു കളഞ്ഞുവോ? ഇരുട്ടിനെ തളം കെട്ടി നിർത്തിയ കോട്ടകൾ പോലെ കറുത്തു കാണപ്പെട്ട മലനിരകളിൽ നിന്ന് കാറ്റ് ഊതിക്കൊണ്ടിരുന്നു. നാട്ടിലെ തങ്ങളുടെ ഭവനത്തിൽ തൻ്റെ ഭാര്യയും മക്കളുമൊത്ത് സന്തോഷമായി കഴിഞ്ഞ നാളുകൾ അയാൾ ഓർമ്മിച്ചു. നരേന്ദ്രനും വീണയും തമ്മിലുള്ള കുസൃതി നിറഞ്ഞ വഴക്കുകൾ അയാളുടെ സ്മൃതിമണ്ഡലത്തിൽ തെളിഞ്ഞു. അന്നന്ന് കഴിഞ്ഞുകൂടാനുള്ള വകയേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മുഖത്ത് സന്തോഷം തിളങ്ങിയിരുന്നു. എല്ലാം ഓർത്തു നിൽക്കെ പ്രഭാകരന് ചിരിക്കണമെന്ന് തോന്നി, ഒപ്പം കരയണമെന്ന്. തൻ്റെ മകനെ ചതിയിൽ കുടുക്കിയ ഇരുട്ടാണ് മുൻപിൽ. തൻ്റെ മകളെ വിഴുങ്ങിക്കളഞ്ഞ ഇരുട്ട്. അവൾ തൻ്റെ വിളിക്ക് കാതോർത്ത് ആ പരിസരത്ത് എവിടെയോ ഉണ്ടെന്ന് അയാൾക്ക് തോന്നിപ്പോയി. മോളെ, ശബ്ദമില്ലാതെ അയാൾ വിളിച്ചു. ആ വിലാപം കാറ്റെടുത്തുപോയി. വീണമോളെ. മറുപടിയില്ല. പ്രഭാകരൻ്റെ കൈകൾ വിറച്ചു. ക്രച്ചസ് താഴേക്കിട്ട് നിലത്തിരുന്നു കൊണ്ട് അയാൾ ഒരു നായയെപ്പോലെ മൂങ്ങി. കോരിച്ചൊരിയുന്ന മഴ, കാറ്റും ഇടിനാദങ്ങളും. മഴക്കാലം ആരംഭിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. കാറ്റും തണുപ്പും അധികരിച്ചതോടെ ഭാനുമതി അമ്മയുടെ രോഗനിലയും വഷളായി. പ്രഭാകരൻ്റെ കയ്യിലെ പണവും ഏറെക്കുറെ തീർന്നു കഴിഞ്ഞിരുന്നു. പ്രഭാകരൻ പകൽ മുഴുവൻ ഭാനുമതി അമ്മയുടെ കട്ടിലിന് കീഴിൽ നെരിപ്പോട് കത്തിച്ചു വെച്ചിരുന്നു. ഇടയ്ക്കിടെ വെള്ളം തിളപ്പിച്ച് നെഞ്ചിലും പുറത്തും ആവി കൊള്ളിക്കുകയുണ്ടായി. അതുകൊണ്ടൊന്നും ആസ്മയ്ക്ക് ഒരു ശമനവും കണ്ടില്ല. രാത്രിയായതോടെ ശ്വാസം മുട്ടൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. പ്രഭാകരൻ നെഞ്ചു തിരുമ്മി കൊടുത്തുകൊണ്ട് അല്പനേരം കിടക്കയ്ക്കരികിലിരുന്നു. ശ്വാസം ഏങ്ങി വലിക്കുന്നത് നോക്കിയിരിക്കാനുള്ള മനക്കരുത്തില്ലാഞ്ഞതിനാൽ അയാൾ എഴുന്നേറ്റ് പോയി. പകലൊരു വേള ഭാനുമതിയമ്മ പറയുകയുണ്ടായി, ഇനി എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണ്ട കേട്ടോ. മരണത്തിന് സന്നദ്ധയായവളെപ്പോലെയായിരുന്നു ഭാനുമതിയമ്മയുടെ പെരുമാറ്റവും മുഖഭാവവും. നമ്മുടെ മക്കളെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല അല്ലേ? അവരില്ലാത്ത ലോകത്ത് എനിക്കും ജീവിക്കണ്ട. അതിനുശേഷം ഭാനുമതിയമ്മ ഒന്നും സംസാരിക്കുകയുണ്ടായില്ല. പ്രഭാകരൻ വരാന്തയിൽ വന്നു മഴ നോക്കി കുറേ നേരം നിന്നു. വീണ്ടും തിരികെ മുറിയിലെത്തി. അനങ്ങാതെ കിടക്കുകയാണ് ഭാനുമതി. ശ്വാസമില്ല. മരിച്ചുവോ? അയാൾ നടുക്കത്തോടെ അവരുടെ നാടി പിടിച്ചു നോക്കി. ദുർബലമായ ഒരു ഇടുപ്പ്. വായ തുറന്നിരിക്കുകയാണ്. പ്രഭാകരൻ ഉൾക്കിടിലങ്ങളോടെ നിന്നു. ഒരു നേരിയ ശ്വാസം. പ്രഭാകരൻ ക്രച്ചസ് എടുത്ത് വരാന്തയിൽ ഇറങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. മരിക്കുകയാണോ അവൾ? മുറിയിലേക്ക് തിരികെ ചെല്ലണമെന്ന വെമ്പൽ കടിച്ചടക്കി അയാൾ ലോകത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് എന്ന പോലെ നടന്നുകൊണ്ടിരുന്നു. മഴ കനത്തു പെയ്യുന്നു. കാട്ടിൽ നിന്നും കാറ്റിൻ്റെ ഹുങ്കാരം കേൾക്കാം. വീണ്ടും പ്രഭാകരൻ മുറിയിലെത്തി. ജീവനുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വയ്യ. നാടി പിടിച്ച് നോക്കിയപ്പോൾ ജീവനുണ്ടെന്ന് മനസ്സിലായി. പെട്ടെന്ന് തോന്നിയ ഒരാവേശത്തിൽ പ്രഭാകരൻ ക്രച്ചസ് ഊന്നി മഴയത്തേക്കിറങ്ങി. ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ കോരിച്ചൊരിയുന്ന മഴയത്തുകൂടി അയാൾ നടന്നുപോയിക്കൊണ്ടിരുന്നു. എത്ര ദൂരം പോയി എന്ന് അയാൾക്ക് തന്നെ അറിയില്ലായിരുന്നു. റോഡരിയിൽ കണ്ട കലിങ്കിൽ മഴയിൽ കുളിച്ച് അയാൾ ഇരുന്നു. ക്രച്ചസിന് വിശ്രമം കൊടുക്കാൻ എന്നോണം അത് കലിങ്കിലെടുത്തു വെച്ചു. വെളുപ്പാൻ കാലത്ത് എപ്പോഴോ മഴ നിലച്ചു. കാറ്റിൻ്റെ ശക്തി കുറഞ്ഞു. പ്രഭാകരൻ എഴുന്നേറ്റ് ക്രച്ചസുകൾ എടുത്തു. ഒരു തണുത്ത ചിരിയോടെ ഭൂമിയെ നോക്കി, ആകാശത്തെയും നോക്കി. പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. വരാന്തയിലെത്തിയ അയാൾ അകത്തേക്ക് കയറാൻ ഭയന്ന് വാതിലിനരികിൽ കുറേ സമയം നിന്നു. പിന്നെ തളർന്ന കാലും തളരാത്ത ക്രച്ചസ് ഊന്നി കട്ടിലിനരികെ ചെന്നു. വായ നല്ലപോലെ തുറന്നു കിടക്കുകയാണ് ഭാനുമതിയമ്മ. കണ്ണുകളും തുറന്നിരിക്കുന്നു. വലതുകരം നീട്ടി പ്രഭാകരൻ തൻ്റെ ഭാര്യയുടെ കൈത്തണ്ട പിടിച്ചു. ഒരു നടുക്കം പോലെ മരണത്തിൻ്റെ തണുപ്പ് അയാളുടെ വിരലുകളിലൂടെ ഇരുമ്പി കയറി ഹൃദയത്തോളം എത്തി. നിമിഷങ്ങളോളം അയാൾ അങ്ങനെ തന്നെ നിന്നു. പിന്നെ വിറയ്ക്കുന്ന വിരലുകളാൽ ഭാനുമതിയമ്മയുടെ കൺപോളകൾ തഴുകി അടച്ചു. ഭാനുമതിയമ്മയുടെ മൃതദേഹം നേരെ കിടത്തി ഒരു വെള്ളമുണ്ടുകൊണ്ട് മൂടി പുതപ്പിച്ചിട്ട് പ്രഭാകരൻ എഴുന്നേറ്റു. ക്രച്ചസിൽ അയാൾ വീടിന് വെളിയിലേക്ക് നടന്നു. പുലർച്ചയോടെ കാറ്റും മഴയും ശമിച്ചിരുന്നു. ഏലക്കാട്ടിലെ വഴിയിൽ മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ് കിടന്നിരുന്നു. ജയിൽ സൂപ്രണ്ട് സബ് ജയിലിലേക്ക് പോകാൻ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. റോഡരികിൽ ഓട്ടോറിക്ഷ നിർത്തി ഒറ്റക്കാലുള്ള ഒരാൾ ക്രച്ചസിൻ്റെ സഹായത്തോടെ ഇറങ്ങുന്നത് കണ്ട് അയാൾ ശ്രദ്ധിച്ചു. ക്വാർട്ടേഴ്സിൻ്റെ മുറ്റത്തേക്ക് പ്രഭാകരൻ കയറി ചെന്നു. സൂപ്രണ്ട് ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. ആദ്യം ഓർമ്മ കിട്ടിയില്ലെങ്കിലും പെട്ടെന്ന് തന്നെ അയാൾ ആളെ തിരിച്ചറിഞ്ഞു. മുമ്പൊരിക്കൽ മകനെ കാണാൻ അയാൾ തൻ്റെ മുമ്പിൽ അനുവാദം തേടി വന്നത് സൂപ്രണ്ട് ഓർത്തു. എനിക്കെൻ്റെ മകനെ ഒന്ന് കാണണം, പ്രഭാകരൻ പറഞ്ഞു. കുറേ നാൾ മുമ്പല്ലേ താൻ മകനെ കണ്ടിട്ട് പോയത്? അങ്ങനെ കൂടെ കൂടെ വന്ന് കാണാൻ പറ്റുന്ന സ്ഥലമാണോ ജയിൽ?
ഈ ഒരു തവണ കൂടി എനിക്ക് കണ്ടാൽ മതി. എന്താ അത്യാവശ്യം? അവൻ്റെ അമ്മ ഇന്നലെ രാത്രി മരിച്ചു. സൂപ്രണ്ടിന് ആദ്യം അത് വിശ്വാസമായില്ല. അത്രമേൽ നിർവികാരമായിരുന്നു അയാളുടെ സ്വരം. എങ്ങനെ മരിച്ചു? രോഗം വന്നു മരിച്ചു. കഴിയുമെങ്കിൽ അവനെ ഒന്ന് കാണാൻ അനുവദിക്കണം. സൂപ്രണ്ട് അയാളുടെ മുഖത്തേക്ക് തന്നെ നിമിഷങ്ങളോളം നോക്കി നിന്നു. ഒടുവിൽ പറഞ്ഞു, താൻ സബ് ജയിലിലേക്ക് വന്നേക്ക്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. സൂപ്രണ്ട് വണ്ടി ഇറക്കി ഓടിച്ചു പോയി. പ്രഭാകരൻ തിരികെ വന്ന ഓട്ടോറിക്ഷയിൽ കയറി. സബ് ജയിൽ. വാർഡറുടെ അകമ്പടിയോടെ നരേന്ദ്രൻ സൂപ്രണ്ടിൻ്റെ ഓഫീസിനടുത്തേക്ക് നടന്നു വന്നു. ഓഫീസിന് വെളിയിൽ അച്ഛൻ നിൽക്കുന്നത് അവൻ കണ്ടു. സൂപ്രണ്ട് അവനെ കണ്ട് എഴുന്നേറ്റ് വന്നു. നിന്നെ കാണാനാണ് നിൻ്റെ അച്ഛൻ വന്നിരിക്കുന്നത്. സംസാരിച്ചോ? നരേന്ദ്രൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. ക്രച്ചസിൽ കൂനിക്കൂടി നിൽക്കുന്ന അച്ഛൻ്റെ രൂപം പഴയതിനേക്കാൾ ചുരുങ്ങിപ്പോയതുപോലെ നരേന്ദ്രന് തോന്നി. ഒരു ചെറിയ മനുഷ്യൻ, മരവിച്ചതുപോലുള്ള മുഖം, വികാരശൂന്യമായ നോട്ടം. അച്ഛൻ എന്തിനാ വയ്യാതെ ഇങ്ങോട്ട് വന്നത്? സങ്കടത്തോടെ നരേന്ദ്രൻ ചോദിച്ചു. ഇതെൻ്റെ അവസാനത്തെ വരവാണ്. എനിക്ക് നേരിട്ട് നിന്നെ ഒരു കാര്യം അറിയിക്കാനുണ്ടായിരുന്നു. തണുത്ത സ്വരത്തിൽ ഒരു തരം ആത്മഗതം പോലെ പ്രഭാകരൻ പറഞ്ഞു. നരേന്ദ്രൻ വേപതുവോടെ അച്ഛനെ നോക്കി. നിന്റെ അമ്മ മരിച്ചുപോയി. ഇടിമിന്നലേറ്റ് കരിഞ്ഞ പോലെ നരേന്ദ്രൻ നിന്നു. ഒരു മേഘഗർജനം അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അലകളായി പാഞ്ഞു കയറി. ചെറിയൊരാൾക്കൂട്ടം, സമീപവാസികളും പൂപ്പാറയിലെ ഏതാനും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും, പിന്നെ സുധാകരനും ശ്യാമളയും അവരുടെ അച്ഛനമ്മമാരും മക്കളും, നാട്ടിലുള്ള ചില പരിചയക്കാരും ബന്ധുക്കളും. മൃതദേഹം എവിടെ ദഹിപ്പിക്കണം? നാട്ടിലേക്ക് കൊണ്ടുപോകണോ അതോ ഇവിടുത്തെ ചുടുകാട്ടിൽ മതിയോ? തീരുമാനം പെട്ടെന്നുണ്ടാകണം. സുധാകരൻ പ്രഭാകരൻ്റെ അടുത്ത് വന്നു. അയാൾ വരാന്തയുടെ അരഭിത്തിയിൽ കൽപ്രതിമ പോലെ ഇരിക്കുകയാണ്. ക്രച്ചസ് ഭിത്തിയിൽ ചാരി വെച്ചിട്ടുണ്ട്. എന്താ അച്ഛ ചെയ്യേണ്ടത്? സുധാകരൻ ചോദിച്ചു. അവൾക്കിനി എവിടെയായാലെന്താ? അത്രയേ പ്രഭാകരൻ പറഞ്ഞുള്ളൂ. നാട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന് ആംബുലൻസ് ഏർപ്പാട് ചെയ്യണം. പണച്ചെലവാണ്. മാത്രമല്ല ശവദാഹം ഇന്ന് നടത്താനും പറ്റില്ല. നാട്ടിലെത്തുമ്പോഴേക്കും രാത്രിയാകും. സുധാകരൻ തന്നെ തീരുമാനമെടുത്തു. ഇവിടുത്തെ ചുടുകാട്ടിൽ തന്നെ ദഹിപ്പിക്കാം. അതിനുള്ള ഒരുക്കങ്ങളായി. ചിതയൊരുക്കാനും മറ്റും സുധാകരൻ തന്നെ ഏർപ്പാട് ചെയ്തു. ഭാനുമതി അമ്മയുടെ മൃതദേഹത്തിനരികിലിരുന്ന് കരയാൻ ശ്യാമള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ കണ്ണീരുറവകൾ വറ്റിക്കഴിഞ്ഞിരുന്നു. ചുടുകാട്ടിൽ ചിതയൊരുങ്ങി. മൃതദേഹത്തിനോടുള്ള ആചാരമര്യാദകൾ യഥാക്രമം പാലിക്കപ്പെട്ടു. ഇനി കർമ്മം ചെയ്യാനുള്ള ആൾ വരണം. ഏക മകൻ. 5:30 മണിക്ക് പോലീസ് വണ്ടി വന്ന് വാടക വീടിൻ്റെ മുറ്റത്ത് നിന്നു. നരേന്ദ്രനെ പോലീസുകാർ കൈവിലങ്ങുകളോടെ വണ്ടിയിൽ നിന്നും പുറത്തിറക്കി. നരേന്ദ്രൻ ആരെയും കണ്ടില്ല. അവൻ്റെ കണ്ണിൽ ഒരു ശൂന്യത മാത്രമേ പതിഞ്ഞിരുന്നുള്ളൂ. ആ അനന്തതയിലേക്ക് ദൃഷ്ടി ഊന്നി എന്ന പോലെ അവൻ വീടിനുള്ളിലേക്ക് നീങ്ങി. മുറിയിൽ നിലത്ത് ശവക്കച്ച പുതച്ച് കിടന്ന മനുഷ്യരൂപത്തിലേക്ക് അവൻ നോക്കി. നരേന്ദ്രനെ കണ്ടതും വീണ്ടും ശ്യാമളയ്ക്ക് കരയാൻ കണ്ണീരും കുറേ തേങ്ങലുകളും ഉണ്ടായി. നരേന്ദ്രൻ കാൽമുട്ടുകൾ നിലത്തൂന്നി അമ്മയുടെ അരികെ ഇരുന്നു. അമ്മയുടെ മുഖത്തേക്ക് കണ്ണിമയ്ക്കാതെ നോക്കി. അവനൊരുപക്ഷെ പൊട്ടിക്കരഞ്ഞേക്കുമെന്ന് കണ്ടുനിന്നവരെല്ലാം കരുതി. വിലങ്ങഴിച്ചു മാറ്റിയ വിറയ്ക്കുന്ന കൈകളാൽ അവൻ അമ്മയുടെ തമ്മിൽ ചേർത്ത് വെച്ച കൈത്തലം പിടിച്ചു. മഞ്ഞുപോലെ തണുത്ത ആ വിരലുകൾ തൻ്റെ കൈത്തലം കൊണ്ട് പൊതിഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരോ ഹൃദയത്തിൽ നിന്നൊരു നേർത്ത തേങ്ങലോ പുറത്തേക്ക് വന്നില്ല. സമയം വൈകുന്നുവെന്ന് ആരോ പറഞ്ഞു. ഒരാൾ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കുളിച്ചു വരാനും കർമ്മങ്ങൾ ചെയ്യാനും പോലീസ് അവനെ അനുവദിച്ചു. ഇടയ്ക്ക് അവൻ ചാടിക്കളയാതിരിക്കാൻ അവർ ജാഗ്രതയോടെ തന്നെ നിന്നു. സന്ധ്യ മയങ്ങും മുമ്പ് മൃതദേഹം ചുടുകാട്ടിലേക്കെടുത്തു. അവിടെ ചിത തയ്യാറായി കഴിഞ്ഞിരുന്നു. ബാക്കി കർമ്മങ്ങൾ കൂടി വേഗം തീർക്കാൻ മറ്റുള്ളവർ തിടുക്കം കാട്ടി. മാരാർ കത്തിച്ചു കൊടുത്ത കൊള്ളി നരേന്ദ്രൻ അമ്മയുടെ ചിതയിലേക്ക് നീട്ടി തീ കൊളുത്തി. ചിത എരിഞ്ഞു തീരും മുമ്പേ ആളുകൾ മടങ്ങി തുടങ്ങി. ഭൂമിയിൽ ഇരുട്ടു പടർന്നുകൊണ്ടിരുന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടവനെ പോലെ നിന്ന നരേന്ദ്രനെ പോലീസുകാർ കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോയി. അവന് പോകാനുള്ള വണ്ടി കാത്തു കിടപ്പുണ്ടായിരുന്നു. ആരെയും നോക്കാതെ ആരോടും ഉരിയാടാതെ അവൻ വണ്ടിയിൽ ചെന്ന് കയറി. ഹെഡ്ലൈറ്റുകൾ തെളിച്ചുകൊണ്ട് പോലീസ് വാഹനം വന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങി. ചിത എരിഞ്ഞു തീരും വരെ പ്രഭാകരനും ശ്യാമളയും സുധാകരനും അവരോടൊപ്പം വന്നവരും ചുടുകാട്ടിൽ നിന്നു. പിന്നെ അവർ ശ്മശാനം വിട്ട് ഏലക്കാട്ടിന് നടുവിലുള്ള വീട്ടിലേക്ക് മടങ്ങി. പ്രഭാകരൻ ക്രച്ചസ് ചുമരിൽ ചാരി വെച്ച് വരാന്തയുടെ അരഭിത്തിയിലിരുന്നു. സുധാകരനും ഭാര്യയും മൂവാറ്റുപുഴ നിന്ന് വന്ന മറ്റുള്ളവരും ഭാവി പരിപാടികളെപ്പറ്റി ആലോചിച്ചും ചർച്ച ചെയ്തും രാത്രി കഴിച്ചുകൂട്ടി. അച്ഛൻ്റെ കാര്യത്തിൽ ഇനി എന്തു ചെയ്യുമെന്നോർത്തിട്ടായിരുന്നു ശ്യാമളയുടെ വേവലാതി. ആർക്കും അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശ്യാമളയ്ക്ക് അച്ഛനെ നാട്ടിലേക്ക് കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എവിടെ താമസിപ്പിക്കും?
അച്ഛൻ്റെ നിത്യച്ചെലവുകൾ ആര് വഹിക്കും? തൻ്റെ ഭർത്താവോ വീട്ടുകാരോ അതിന് തയ്യാറല്ലെന്ന് അവൾക്കറിയാം. സ്വന്തം മകൾക്കുള്ളതിൽ കൂടുതൽ ഉത്തരവാദിത്തമൊന്നും മറ്റുള്ളവർക്കില്ല. സുധാകരനാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. എങ്ങും തൊടാതെ അയാൾ എന്തെല്ലാമോ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതൊന്നും എൻ്റെ കുറ്റം കൊണ്ടുണ്ടായതല്ല. എല്ലാം അവനവൻ തന്നെ വരുത്തി വെച്ചു. മകൻ ജയിലിൽ. മകൾക്ക് എന്തു സംഭവിച്ചെന്നറിയില്ല. അമ്മയെ ഈ മലങ്കാട്ടിലേക്ക് കൊണ്ടുവന്ന് വേഗം ആയുസ് തീർത്ത് ചുടുകാട്ടിലാക്കി. ഇതിനൊക്കെ ഞാൻ എന്തു പിഴച്ചു? തിരിച്ചും മറിച്ചും അയാൾ ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു തീരുമാനവും ഉണ്ടായില്ല. പ്രഭാകരൻ അരഭിത്തിയിൽ ചാരിയിരുന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. രാത്രി കടന്നുപോയിക്കൊണ്ടിരുന്നു. പുലർച്ചയോടെ സുധാകരനും കൂട്ടിനും പുറപ്പെടാനുള്ള ഒരുക്കം തുടങ്ങി. പ്രഭാകരനെ സമീപിച്ച് ശ്യാമള പറഞ്ഞു, അച്ഛൻ എന്തായാലും തൽക്കാലം ഞങ്ങളുടെ കൂടെ വാ. ഇല്ല, ഞാൻ ഒരുപാട് ഓടി, ഇനി ഓടാൻ വയ്യ. പിന്നെ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാനോ? ആര് പറഞ്ഞു ഒറ്റയ്ക്കാണെന്ന്? പ്രഭാകരനൊരു വരണ്ട ചിരി ചിരിച്ചു. ഭാനുവില്ലേ ഇവിടെ? എൻ്റെ മോളില്ലേ? ഞാനല്ലേ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ഒടുവിൽ അവരെ ഇവിടെ ഇട്ടിട്ട് ഞാൻ മാത്രം തിരിച്ചു പോകാനോ? ഇല്ല. പ്രഭാകരൻ വരികയില്ലെന്ന് മനസ്സിലായപ്പോൾ സുധാകരൻ കുറേ നിർബന്ധിച്ചു. അച്ഛനെ കൂടാതെ പോവില്ലെന്ന് വരെ അയാൾ ഒരു തരം ചതഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നീ പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സ് മാറ്റാനൊന്നും പോണില്ല. അതോടെ സുധാകരൻ നിർത്തി. അച്ഛന് പിടിവാശിയാണെന്ന് പറഞ്ഞ് ശ്യാമളയും ആശ്വസിച്ചു. പേമാരിയും കാറ്റും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അതിൻ്റെ സർവ്വശക്തിയും സമാഹരിച്ച് ആഞ്ഞടിക്കുകയാണ്. നദികളും അണക്കെട്ടുകളും നിറഞ്ഞു കവിഞ്ഞു. റോഡരികളിലും കാനകളിലും ഉറവകൾ പൊട്ടിയൊഴുകി. ഇതുവരെ കാണാത്ത കൈത്തോടുകൾ പ്രത്യക്ഷപ്പെട്ടു. ഭൂമികൾ ലക്ഷോപലക്ഷം ഉറവക്കണ്ണുകൾ, ജലസമൃദ്ധി. വീട്ടുമുറ്റത്തുകൂടി ഉറവകൾ പൊട്ടിയൊലിക്കുന്നത് നോക്കി പ്രഭാകരൻ വരാന്തയിലിരുന്നു. പകലിൻ്റെ വെളിച്ചം മങ്ങി തുടങ്ങിയിരുന്നു. ഒരു രാത്രി കൂടി വന്നു. മഴ പെയ്തുകൊണ്ടേയിരുന്നു. വരാന്തയിൽ അങ്ങനെ ഇരിക്കെ മുറിയിലാരോ ശ്വാസം ഏങ്ങി വലിച്ച പോലെ അയാൾക്ക് തോന്നി. ഇത് പലപ്പോഴും അയാൾ കേൾക്കാറുണ്ട്. ഭാനു ആസ്മ കലശലായി കട്ടിലിൽ കിടന്ന് ശ്വാസം മുട്ടി പുളയുകയാണെന്ന് അയാൾ വിചാരിക്കും. അവൾക്ക് മരുന്ന് കൊടുക്കാൻ വൈകിപ്പോയി എന്ന് തോന്നിപ്പോവും. പലപ്പോഴും അയാൾ ക്രച്ചസ് ഊന്നി ഭാനുമതിയമ്മ കിടന്ന മുറിയിലേക്ക് ചെല്ലാറുണ്ട്. ഒഴിഞ്ഞ കട്ടിലിൽ ചെന്ന് കുറേ നേരം ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പിന്നാമ്പുറത്തെ കുളിമുറിയുടെ ഭാഗത്തു നിന്ന് പ്രവീണയുടെ ഒച്ച കേൾക്കുക. അവൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന സങ്കടങ്ങളുടെ അവസാനത്തെ വാക്കാണത്. വെറുതെ അയാൾ പിന്നാമ്പുറത്തും ചെന്ന് നോക്കും. ചിലപ്പോൾ മുൻവശത്തെ വാതിൽ അയാൾ തുറന്നിട്ടിരിക്കും. നരേന്ദ്രൻ ജോലി കഴിഞ്ഞ് ഏതു സമയത്താണ് കയറി വരികയെന്നറിയില്ല. വ്യവസ്ഥകളില്ലാത്ത ജോലിയാണ് അവൻ്റേത്. താൻ ഉറങ്ങിപ്പോയാൽ വീട്ടിനുള്ളിലേക്ക് കടക്കാൻ അവൻ ബുദ്ധിമുട്ടാകരുത്. ഇതെല്ലാം തൻ്റെ വെറും തോന്നലുകളാണോ അതോ സത്യം തന്നെയാണോ എന്ന് പ്രഭാകരൻ ഇപ്പോൾ നിശ്ചയമില്ലാതായിരിക്കുന്നു. ഇനി ഇവിടെ വയ്യെന്ന് അയാൾക്ക് തോന്നി. പിറ്റേന്ന് സന്ധ്യയ്ക്ക് അയാൾ വീട് പൂട്ടി തൻ്റെ ക്രച്ചസുമായി മഴയത്തേക്കിറങ്ങി. അടിമാലിയിൽ നിന്ന് കമ്പിളികണ്ടത്തിന് പോകുന്ന ട്രിപ്പ് ജീപ്പ് കല്ലാർകുട്ടിയിലെത്തിയപ്പോൾ ബാക്ക് സീറ്റിൽ ഇരുന്നവരിൽ ഒരാൾ പറഞ്ഞു, ഒരാൾ ഇറങ്ങണം. മഴയുള്ളതുകൊണ്ട് ടാർപോളിൻ താഴ്ത്തിയിട്ടിരിക്കുകയാണ്. ആരോ ടാർപോളിൻ ഉയർത്തിപ്പിടിച്ചു കൊടുത്തു. വളരെ ബന്ധപ്പെട്ട് ഇറങ്ങേണ്ടയാൾ പുറത്തേക്ക് നുഴഞ്ഞു. പിൻസീറ്റിലിരുന്നവരിൽ ഒരാൾ 2 ക്രച്ചസുകൾ എടുത്തു കൊടുത്തു. മഴയുണ്ടല്ലോ ചേട്ടാ, നനയുമല്ലോ. ചേട്ടൻ എവിടെ പോകാനാ? ഇവിടം വരെയുള്ളൂ. പ്രഭാകരൻ ജീപ്പ് കോലി പോക്കറ്റിൽ നിന്ന് എടുത്ത് ഡ്രൈവർക്ക് കൊടുത്തു. മഴ നനയണ്ട, വേഗം വിട്ടോ. ജീപ്പ് ഓടിച്ചു പോയി. ഡാമിന് മീതെ കൂടി അതിൻ്റെ വെളിച്ചം പോകുന്നത് നോക്കി പ്രഭാകരൻ ക്രച്ചസുകൾ നിലത്തൂന്നി മഴയത്ത് നിന്നു. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ. പ്രഭാകരൻ ഡാമിന് നേർക്കു നീങ്ങി. ചെക്ക് പോസ്റ്റ് പിന്നിട്ട് ഡാമിന് കുറുകെയുള്ള റോഡിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും അയാൾ നനഞ്ഞു കുതിർന്നു. ഡാമിൽ ജലനിരപ്പ് ഉയർന്നിരുന്നതിനാൽ ഷട്ടറുകൾ ഉയർത്തി വച്ചിരിക്കുകയാണ്. ഡാമിന് മീതെ കൂടി പ്രഭാകരൻ ക്രച്ചസൂന്നി നടന്നു. ഷട്ടറുകളിൽ നിന്ന് ചീറിപ്പായുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ മാത്രമേ കേൾക്കാനുള്ളൂ. ഷട്ടറുകൾ ഉയർത്തിയ ഭാഗത്ത് ഡാമിന് മീതെ അയാൾ നിന്നു. അണക്കെട്ടിൽ നിന്ന് താഴേക്ക് കുതിച്ചു ചാടുന്ന വെള്ളത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും അയാൾക്ക് ആകർഷകമായി തോന്നി. അരണ്ട നാട്ടുവെളിച്ചത്തിൽ അഗാധതയിലേക്ക് പതിക്കുന്ന വെള്ളത്തിൻ്റെ നരച്ച നിറം. പ്രഭാകരൻ ചുറ്റുപാടും നോക്കി. മഴയുടെ തിരശീലകളാൽ പൊതിയപ്പെട്ട താൻ ഈ യാത്രയുടെ അന്ത്യത്തിൽ ലോകത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് സുരക്ഷിതനാണെന്ന് അയാൾ കണ്ടു. ക്രച്ചസുകൾ അയാൾ ഡാമിൻ്റെ കൈവരിക്കെട്ടിലേക്ക് ചാരി വെച്ചു. ഒരു കാറ്റ് വീശി പ്രഭാകരനെ കുളിര് കോരിയിട്ടു. രാവിലെ മുതൽ ഡാമിന് മുകളിലൂടെ കടന്നുപോയ കാൽനട യാത്രക്കാരെല്ലാം അത് കാണുകയുണ്ടായി. കൈവിരിക്കെട്ടിൽ ചാരി വെച്ച 2 ക്രച്ചസുകൾ. പ്രത്യക്ഷത്തിൽ ആർക്കും ഒരു സംശയവും തോന്നിയിരുന്നില്ല. വീട് അടച്ചു പൂട്ടിക്കിടക്കുന്നു. അവിടെ താമസിക്കുന്ന ഒറ്റക്കാലൻ വീട് പൂട്ടി നാട്ടിലുള്ള ബന്ധുക്കളുടെ അടുത്തേക്ക് പോയിരിക്കുമെന്ന് അവർ കരുതി. വീട്ടുടമ 2 3 തവണ വന്ന് പുറമേ നിന്ന് നോക്കിയിട്ട് പോയി.
കല്ലാർകുട്ടി ഡാമിന് മീതെ കണ്ട ക്രച്ചസുകളെക്കുറിച്ച് പൂപ്പാറയിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ സംസാരമുണ്ടായി. 2 ക്രച്ചസുകൾ കക്ഷത്തിലടുക്കി പൂപ്പാറ ടൗണിലൂടെ അനാഥനെ പോലെ നടന്ന ഒറ്റക്കാലനെ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കെല്ലാം നല്ല പരിചയമായിരുന്നു. മിക്കപ്പോഴും ഭാനുമതി അമ്മയെ വീട്ടിൽ നിന്ന് അടിമാലി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പൂപ്പാറയിലേക്ക് കൊണ്ടുവരാനും ആശുപത്രിയിൽ നിന്ന് മടങ്ങുമ്പോൾ തിരികെ വീട്ടിലെത്തിക്കാനും പ്രഭാകരൻ ഓട്ടോറിക്ഷക്കാരുടെ സഹായം തേടിയിരുന്നു. ചില ടാക്സി ഡ്രൈവർക്കും പ്രഭാകരനെ പരിചയമുണ്ടായിരുന്നു. അവരിൽ ആരോ ആണ് കല്ലാർകുട്ടി ഡാമിന് മീതെ കണ്ട ക്രച്ചസുകൾ തിരിച്ചറിഞ്ഞതും വിവരം പൂപ്പാറയിൽ എത്തിച്ചതും. ഓട്ടോറിക്ഷക്കാർ പ്രഭാകരൻ്റെ വീട്ടിൽ ചെന്ന് നോക്കി. വീട് പൂട്ടിക്കിടക്കുന്നു. സംശയിക്കേണ്ട, അത് അയാൾ തന്നെയാ, ഒരു ഡ്രൈവർ പറഞ്ഞു. ക്രച്ചസ് അവിടെ ഇട്ടിട്ട് അയാൾ എവിടെ പോയി? എവിടെ പോകാൻ? ഡാമിൽ ചാടി ചത്തതായിരിക്കും. അതേപ്പറ്റി മിണ്ടാതിരിക്കുന്നതാ നല്ലത്. നമ്മൾ എന്തിനാ പേടിക്കുന്നേ? സംശയിക്കേണ്ട, മകൻ ജയിലിൽ, മകളെ കാണാതെ പോയി, ഭാര്യ മരിച്ചു. അയാൾക്ക് മരിക്കേ ഗതിയുണ്ടായിരുന്നുള്ളൂ. ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങൾ അങ്ങനെ തുടർന്നു. ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിൽ വീട്ടുടമ വിവരം അറിയിച്ചു. എൻ്റെ വീടാ അയാൾക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നത്. അത് കുറേ ദിവസങ്ങളായി പൂട്ടിക്കിടക്കുന്നു. അവിടെ താമസിച്ചിരുന്ന ആളെപ്പറ്റി ഒരു വിവരവുമില്ല. അയാൾ സബ് ഇൻസ്പെക്ടർ മാർക്കോസിനോട് പറഞ്ഞു. പോലീസ് വാടക വീട്ടിലെത്തി. വീട് കുത്തി തുറന്നു പരിശോധന നടത്തി. വീട്ടുപകരണങ്ങൾ അവിടെ തന്നെയുണ്ട്. തെറുത്തുവയ്ക്കാത്ത പായ, ചുളിഞ്ഞു കിടന്ന കിടക്കവിരി, വെള്ളം പിടിച്ചു വെച്ചിരുന്ന ബക്കറ്റ്, അടുപ്പിൽ പാതി കത്തിയമർന്ന വിറകിൻ്റെ അവശിഷ്ടങ്ങൾ, ഭക്ഷണം കഴിച്ചിട്ട് കഴുകാതെ ഇട്ട പ്ലേറ്റ്, അങ്ങിങ്ങ് ചിതറിക്കിടക്കുന്ന ബീഡിക്കുറ്റികൾ, അഴയിലിട്ടിരുന്ന മുഷിഞ്ഞതും അല്ലാത്തതുമായ വസ്ത്രങ്ങൾ, കട്ടിലിന് കീഴെ അണഞ്ഞിരുന്ന നെരിപ്പോട്, ചീഞ്ഞ പച്ചക്കറികൾ, പൂപ്പിൽ പിടിച്ച പലവ്യഞ്ജനങ്ങൾ. ഏതോ ഒരു നിമിഷത്തിൽ ജീവിതം നിലച്ചുപോയ വീട് പോലെ. ആ ക്രച്ചസ് ആരുടേതാണെന്ന് അന്വേഷിക്കണം സാർ, വീട്ടുടമ പറഞ്ഞു. അത് ഞങ്ങളുടെ സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെട്ടതല്ല. അടിമാലി പോലീസാണ് നടപടിയെടുക്കേണ്ടത്. ശാന്തമ്പാറ പോലീസ് കേസ് വിട്ടു. കാണാതായ വാടകക്കാരനെ പറ്റി വീട്ടുടമ ഒരു പെറ്റീഷൻ എഴുതി ശാന്തമ്പാറ പോലീസിന് കൊടുത്തു. ശാന്തമ്പാറ പോലീസ് അതിൻ്റെ ഒരു കോപ്പി അടിമാലി പോലീസിന് കൈമാറി. അടിമാലി പോലീസ് കല്ലാർകുട്ടിയിലെത്തി അന്വേഷണം നടത്തുമ്പോഴേക്കും ദിവസങ്ങൾ പലത് കടന്നുപോയി കഴിഞ്ഞിരുന്നു. ക്രച്ചസുകൾ അവർ തെളിവായി ശേഖരിച്ചു. പക്ഷേ ഇതുവരെ ശവമൊന്നും പൊങ്ങിയിട്ടില്ല. അടിമാലി പോലീസും വന്ന് ഡാമിൽ പരിശോധന നടത്തി. ശവം കിട്ടാഞ്ഞപ്പോൾ സംശയമായി. ഒരുപക്ഷെ ഡാമിൻ്റെ മറുവശത്തേക്ക് ചാടിയിരിക്കാമെന്ന് ആളുകൾ ഊഹം പറഞ്ഞു. സംഭവ ദിവസം ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു വെച്ചിരിക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായി. തുടർച്ചയായ മഴയും വെള്ളപ്പൊക്കവും മൂലം 5 ദിവസത്തേക്ക് ഷട്ടറുകൾ തുറന്നു വെച്ചിരുന്നു. ഇപ്പോൾ ഷട്ടറുകളെല്ലാം അടച്ചിരിക്കുകയാണ്. താഴെയുള്ള പുഴയിൽ എവിടെയും ഒരു ശവം കണ്ടതായി ആരും പറഞ്ഞു കേട്ടില്ല. പോലീസ് ലോവർ പെരിയാർ വരെ പുഴയിലൂടെ തന്നെ അന്വേഷിച്ചു പോയി. ഒരടയാളവും കിട്ടിയില്ല. അന്വേഷിച്ചു പോയ പോലീസുകാരോട് ഒരു പുഴക്കര നിവാസി പറഞ്ഞു, പുഴയിൽ പാറകൾക്കിടയിൽ ധാരാളം അള്ളുകളുണ്ട് സാറേ. അതിലെങ്ങാനും പെട്ടുപോയാൽ ശവമെന്നല്ല അസ്ഥി പോലും കിട്ടില്ല. അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് സത്യമാണെന്ന് പോലീസിനും അറിയാം. പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കെ അള്ളിൽപ്പെട്ട് ചിലർ അപ്രത്യക്ഷമായ കഥകളുണ്ട്. സംഭവ ദിവസം പ്രഭാകരനെ കയറ്റിക്കൊണ്ടുപോയ ടാക്സിയുടെ ഡ്രൈവറെ പോലീസ് ചോദ്യം ചെയ്തു. അയാൾ ആരാണെന്നോ എവിടത്തുകാരനാണെന്നോ എവിടേക്ക് പോവുകയായിരുന്നെന്നോ ടാക്സി ഡ്രൈവർക്ക് അറിയില്ല. പ്രഭാകരൻ്റെ ബന്ധുക്കളുടെ അഡ്രസ്സ് തപ്പിയെടുത്ത് പോലീസ് മൂവാറ്റുപുഴയിലെത്തി. പ്രഭാകരൻ അവിടെയൊന്നും ചെന്നിട്ടില്ലെന്ന് പോലീസിന് ഉറപ്പായി. വിവരമറിഞ്ഞ് ശ്യാമളയും സുധാകരനും പൂപ്പാറയിലെത്തി. വാടക വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ പ്രഭാകരൻ വീട് ഉപേക്ഷിച്ച് പോയത് തന്നെയെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അടിമാലി പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന ക്രച്ചസ് 2 അവർ തിരിച്ചറിഞ്ഞു. പ്രഭാകരനെപ്പറ്റി യാതൊരു വിവരവും ആർക്കും അറിയില്ലെന്ന് മനസ്സിലാക്കിയ ശേഷം അവർ മൂവാറ്റുപുഴയ്ക്ക് തന്നെ മടങ്ങിപ്പോയി. പോലീസിൻ്റെ അന്വേഷണം വഴിമുട്ടിക്കഴിഞ്ഞിരുന്നു. സൂപ്രണ്ട് വിളിക്കുന്നു എന്ന് വാർഡൻ വന്നു പറഞ്ഞിട്ടാണ് നരേന്ദ്രൻ തണുത്ത തറയിൽ നിന്ന് എഴുന്നേറ്റത്. വാർഡന്റെ ഒപ്പം അവൻ സൂപ്രണ്ടിൻ്റെ ഓഫീസിന് നേർക്ക് വേച്ച് നടന്നു. സൂപ്രണ്ട് അവനെ സഹതാപത്തോടെ ഏതാനും നിമിഷം നോക്കി നിന്നു. ഒരു ബാഡ് ന്യൂസ് കിട്ടിയിട്ടുണ്ട്, സൂപ്രണ്ട് പറഞ്ഞു. നരേന്ദ്രൻ കണ്ണിമയ്ക്കാതെ സൂപ്രണ്ടിനെ നോക്കി. നിന്റെ അച്ഛനെ കാണാനില്ലത്രേ. അപ്പോഴും നരേന്ദ്രൻ അനങ്ങിയില്ല. കല്ലാർകുട്ടി ഡാമിന് മീതെ നിന്നും നിന്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന 2 ക്രച്ചസ് മാത്രം കിട്ടി. അടിമാലി പോലീസ് സ്റ്റേഷനിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പ്രതികരണവും ഉണ്ടായില്ല. സൂപ്രണ്ട് ഓഫീസ് ടേബിളിന് മുന്നിലൂടെ 2 ചാൽ നടന്നു. അയാൾ അസ്വസ്ഥനായിരുന്നു. ഡെഡ് ബോഡി ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പോലീസ് മരണം സ്ഥിരീകരിച്ചിട്ടില്ല. മരിച്ചു എന്ന് ഉറപ്പിക്കുകയും വേണ്ട. ആശ്വസിപ്പിക്കുന്നത് പോലെയായിരുന്നു സൂപ്രണ്ടിൻ്റെ വാക്കുകൾ. തല താഴ്ത്തി നിൽക്കുകയായിരുന്നു നരേന്ദ്രൻ. അവൻ്റെ കഴുത്ത് കുഴഞ്ഞു പോയതുപോലെ തോന്നുമായിരുന്നു.
വിവരം പറയാൻ വിളിച്ചെന്നേയുള്ളൂ. ശരി, നീ പൊയ്ക്കോ. വാർഡറോടൊപ്പം ചെറുപ്പക്കാരൻ തിരിച്ചു പോകുന്നത് നോക്കി സൂപ്രണ്ട് അവിടെ തന്നെ നിന്നു. നരേന്ദ്രൻ തിരികെ തടവറയിലെത്തി. പിറ്റേന്ന് ആ സെല്ലിലെ തടവുകാരിലൊരാൾ വാർഡനെ വിളിച്ചു പറഞ്ഞു, അയാൾക്കെന്തോ കുഴപ്പമുണ്ട്. ഇന്നലെ മുതൽ ഒന്നും കഴിക്കുന്നില്ല. അയാൾക്ക് വയറിന് എന്തെങ്കിലും അസുഖം കാണും. ഒരു ദിവസം ഉപവാസം എടുക്കുന്നത് നല്ല. അതല്ല സാർ, ഇന്നലെ രാത്രി അയാൾ ഒട്ടും ഉറങ്ങിയില്ല. അതെന്തു പറ്റി? തടവുകാരൻ സംഭവം വിശദീകരിച്ചു. പകൽ മുഴുവൻ അയാൾ തല മാന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചോദിച്ചപ്പോൾ തലയുടെ പിൻഭാഗത്ത് നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞു. ആരൊക്കെ നിർബന്ധിച്ചിട്ടും ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല. രാത്രിയിൽ അയാൾ തലയ്ക്ക് പിന്നിൽ കൈത്തലം വെച്ച് തട്ടിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പിറുപിറുക്കുന്നതും കേൾക്കാമായിരുന്നു. പിച്ചും പേയും പറയുന്നത് പോലെ ഭാഷയും അർത്ഥവും അവ്യക്തമായിരുന്നു. ഏതാനും തവണ അടക്കി പിടിച്ചു ചിരിച്ചതുപോലെയും തോന്നി. രാവിലെയും അയാൾ ഭക്ഷണം കഴിച്ചില്ല. തലയ്ക്ക് പിന്നിൽ കൈ കോർത്ത് കെട്ടി അയാൾ കുനിഞ്ഞിരിക്കുകയായിരുന്നു. ചോദിച്ചപ്പോൾ തലയുടെ ഇടതുഭാഗത്ത് ചെവിക്ക് മുകളിലായി ഇക്കിളിയാവുന്നുണ്ടത്രേ. ദൃഷ്ടിയില്ല സാർ, ആരുടെയും നേരെ നോക്കുന്നില്ല. നിനക്ക് എന്തു തോന്നുന്നു? എന്തോ ഒരു പന്തികേടുണ്ട്. വാർഡർ പോയി. അയാൾ ചെന്ന് സൂപ്രണ്ടിനെ വിവരം അറിയിച്ചു. സൂപ്രണ്ട് രഘുപതി അല്പനേരം ആലോചിച്ചിരുന്നു. പിന്നെ നരേന്ദ്രനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞു. അരമണിക്കൂറിന് ശേഷം വാർഡൻ തനിയെ തിരിച്ചു വന്നു. അയാൾ വരാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ വിളിക്കുന്നെന്ന് പറഞ്ഞില്ലേ? ഉവ്വ്. ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നില്ല. സമരമുറ വല്ലതും ആണോ? അല്ല സാർ, അയാളുടെ തലയ്ക്കകത്തുകൂടി ഒരു തീവണ്ടി പായുന്നുണ്ടത്രേ. ചൂളവിളിയാണ് എപ്പോഴും. അല്പം ബലം പ്രയോഗിച്ചു കൂടായിരുന്നോ? അതും നോക്കി. ഉടനെ നിലത്ത് ചുരുണ്ടുകൂടി. ജയിൽ സൂപ്രണ്ട് വാർഡനോടൊപ്പം സെല്ലിലേക്ക് ചെന്നു. വാതിൽ തുറന്ന് അകത്ത് കയറി. തലയ്ക്ക് പിന്നിൽ കൈ കോർത്ത് കുനിഞ്ഞിരിക്കുകയായിരുന്നു നരേന്ദ്രൻ. നരേന്ദ്രൻ! സൂപ്രണ്ട് മുന്നിൽ ചെന്നു നിന്ന് വിളിച്ചു. വാർഡൻ അവൻ്റെ തല പിടിച്ച് നേരെയാക്കാൻ ശ്രമിച്ചു. അത് വിഫലമായി. വാർഡൻ കുനിഞ്ഞ് നരേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. ലജ്ജാവിവശനെ പോലെ ശബ്ദമില്ലാതെ ചിരിച്ചുകൊണ്ടാണ് ഇരിപ്പ്. വാർഡൻ ബലം പ്രയോഗിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇക്കിളി കൊണ്ടെന്ന പോലെ അവൻ പുളഞ്ഞു. വാർഡൻ അവൻ്റെ രണ്ട് ചെകിട്ടത്തും അല്പം ശക്തിയിൽ മാറി മാറി അടിച്ചു. നിന്നോടാ പറഞ്ഞത് എഴുന്നേൽക്കാൻ. അവൻ അനങ്ങിയില്ല. സൂപ്രണ്ട് അല്പനേരം കൂടി നോക്കി നിന്നിട്ട് വാർഡനെയും കൂട്ടി തിരിച്ചുപോയി. അന്ന് വൈകുന്നേരവും നരേന്ദ്രൻ ഭക്ഷണം കഴിച്ചില്ല. പിറ്റേന്ന് ജയിൽ ഡോക്ടർ വന്ന് അവനെ പരിശോധിച്ചു. എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ നാണം കുണുങ്ങിയെപ്പോലെ മുഖത്ത് നോക്കാതെ അവൻ പല്ലിളിച്ച് കാട്ടും. അവൻ നിലത്തേക്ക് തന്നെ നോക്കി ശബ്ദമില്ലാതെ ചിരിച്ചു. വിശപ്പില്ലേ നിനക്ക്? ഡോക്ടർ ചോദിച്ചു. ഇല്ല, ലജ്ജയോടെ അവൻ പറഞ്ഞു. തലയ്ക്ക് വേദനയുണ്ടോ നിനക്ക്? ഇല്ല. ചെവിയിൽ എന്തെങ്കിലും മുഴക്കമുണ്ടോ? ഇല്ല. മറ്റെന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ല. നിനക്ക് ജയിലിന് പുറത്തു പോകണോ? ഇല്ല. നിനക്ക് ഇവിടെ തന്നെ കിടക്കണോ? ഇല്ല. ഇത്തവണത്തെ ചിരിക്ക് അല്പം ശബ്ദവും ഉണ്ടായി. ഡോക്ടർ അവൻ്റെ കൺപോളകൾ ഉയർത്തി കണ്ണുകൾ പരിശോധിച്ചു. സ്റ്റെതസ്കോപ്പ് കൊണ്ട് നെഞ്ചിലും പുറത്തും വയറിനു മീതെയും പരിശോധിക്കുമ്പോൾ അവൻ എക്കളെടുത്തെന്ന പോലെ ഞെട്ടുന്നുണ്ടായിരുന്നു. ഡോക്ടർ പോയ ഉടനെ അവൻ നിലത്തിരുന്നു. കൈ രണ്ടും തലയ്ക്ക് പിന്നിൽ ചേർത്ത് പിടിച്ചു. മെൻ്റൽ ഡിസോർഡർ ആണെന്ന് തോന്നുന്നു. അയാളെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വരും. ഇന്ന് തന്നെ ഒറ്റയ്ക്കൊരു സെല്ലിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതാണ് നന്ന്, ഡോക്ടർ ജയിൽ സൂപ്രണ്ടിനോട് പറഞ്ഞു. അത് കുറച്ച് കഷ്ടമാണല്ലോ. മുമ്പ് മനോരോഗമുണ്ടായിട്ടുള്ള ആളാണോ? അങ്ങനെ തോന്നുന്നില്ല. ഇവിടെ വരുമ്പോൾ വളരെ നോർമലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ പ്രത്യേകിച്ച് വല്ല കാരണവും? വ്യാജമദ്യ കേസുമായി ബന്ധപ്പെട്ടാണ് അയാൾ ജയിലിലായത്. കേസ് നടക്കുന്നതേ ഉള്ളൂ. ആരോ ചതിച്ചതാണെന്ന് പറയുന്നു. ഈയിടെ അയാളുടെ സഹോദരിയെ കാണാതായി. അമ്മ മരിച്ചു. അച്ഛനും അപ്രത്യക്ഷനായി. സൂയിസൈഡ് ചെയ്തതാണെന്നാണ് പോലീസിൻ്റെ നിഗമനം. വേറെ കാരണങ്ങളൊന്നും വേണ്ടല്ലോ, ഇതൊക്കെ തന്നെ ധാരാളം, ഡോക്ടർ പറഞ്ഞു. ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരില്ലേ? അങ്ങനെ തോന്നുന്നു. ഒരു മനോരോഗ ചികിത്സാ വിദഗ്ധനാണ് ഇക്കാര്യത്തിൽ ഒരു അവസാന വാക്ക് പറയേണ്ടത്. എങ്കിലും ലക്ഷണങ്ങളൊക്കെ അതുതന്നെ. ഡോക്ടർ നരേന്ദ്രനെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ കുറിപ്പ് എഴുതി കൊടുത്തിട്ട് പോയി. സൂപ്രണ്ട് രഘുപതി അന്ന് തന്നെ നരേന്ദ്രനെ മറ്റൊരു തടവറയിലേക്ക് മാറ്റി പാർപ്പിച്ചു. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ കൊണ്ട് പരിശോധിക്കാനും ഏർപ്പാടാക്കുകയും ചെയ്തു. അന്നും നരേന്ദ്രൻ്റെ പ്രകൃതത്തിൽ മാറ്റമൊന്നും കണ്ടില്ല. നേരെ മുഖത്ത് നോക്കാൻ വാർഡൻ എത്ര പറഞ്ഞിട്ടും അവൻ കൂട്ടാക്കിയില്ല. വളരെ നിർബന്ധിച്ചാൽ കൺകോണുകളിലൂടെ ഒന്ന് പാളി നോക്കും. അതൊരു നാണിച്ച കുട്ടിയുടെ കള്ളനോടണം. ജയിൽ സൂപ്രണ്ടിൻ്റെയും ജയിൽ ഡോക്ടറുടെയും ശുപാർശയനുസരിച്ച് ഒരു മനോരോഗ ചികിത്സകൻ ജയിലിൽ വന്ന് നരേന്ദ്രനെ പരിശോധിച്ചു. വിശദമായ പരിശോധനകൾക്ക് ശേഷം അയാൾ സർട്ടിഫിക്കറ്റ് എഴുതി. നരേന്ദ്രനെ ഏതെങ്കിലും മനോരോഗ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള
നിർദ്ദേശവും അതിൽ ചേർത്തിരുന്നു. ജയിൽ സൂപ്രണ്ട് കോടതി മുമ്പാകെ നരേന്ദ്രൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഏർപ്പാട് ചെയ്തു. നോവൽ നാളെ വീണ്ടും തുടരും.